അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ നാളുകളായി ചില സഹോദരന്മാർ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ മലക്കുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ന് മലക്കുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരു ശകലം ദൈർഘ്യമുണ്ടെങ്കിലും മുഴുവനായി കേൾക്കാതെ നിങ്ങൾക്ക് മലക്കുകളെ കുറിച്ചുള്ള ഒരു യഥാർത്ഥമായ ഒരു ധാരണ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതാരും കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയമാണ്. ഇത് പൂർണ്ണമായും കേൾക്കുകയും മറ്റുള്ളവർ ആഗ്രഹിച്ച് ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും നിങ്ങളത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹു ഈമാൻ കാര്യത്തിൽ മനുഷ്യന്റെ വിശ്വാസ കാര്യങ്ങളിൽ 6 കാര്യങ്ങളിൽ വിശ്വസിക്കണം എന്നാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 3-ാമത്തെ കാര്യമായിക്കൊണ്ട് മലക്കുകളിൽ വിശ്വസിക്കണം എന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മലക്കുകളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മലക്കുകൾ എന്ത് സ്വാധീനമാണ് മനുഷ്യരിൽ ചെലുത്തുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടത് അനിവാര്യം തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, എന്തുകൊണ്ട് അള്ളാഹുവിൽ അങ്ങ് വിശ്വസിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് മലക്കുകളിലും കിതാബുകളിലും അംബിയാ മുർസലീങ്ങളിലും ഒക്കെ വിശ്വസിക്കേണ്ട കാര്യം എന്ന് സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കും. അപ്പോൾ അതിന് പറയാനുള്ള മറുപടി, ലോകത്ത് പല മതങ്ങളുമുണ്ട്, അതിലെല്ലാം തന്നെ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ പല അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉണ്ട്, അതിലെല്ലാം തന്നെ വിശ്വസിക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നില്ല. ഇവിടെ ഈ കാര്യങ്ങൾ പറയാൻ കാരണം ഈ 5 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാവുകയുള്ളൂ എന്നതുകൊണ്ടാണ്. ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിൽ നിന്ന് വിശ്വസിക്കാൻ ആവശ്യമായതെന്നും വിശ്വസിച്ചാലുള്ള ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് ആ ഗ്രന്ഥങ്ങളിലാണ് അള്ളാഹു ഇതെല്ലാം മലക്കുകളുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനുഷ്യനെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചും എല്ലാം പരാമർശിച്ചിട്ടുള്ളത് ഈ ഗ്രന്ഥത്തിലാണ്. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കാതെ മലക്കുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് ഗ്രന്ഥത്തിൽ വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ്. നബിമാരെ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ ഭാഷണവും അവന്റെ സാമീപ്യവും എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഈമാനിൽപ്പെട്ട മറ്റു കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. അള്ളാഹുവിലേക്ക് എത്തുവാനുള്ള 5 ചവിട്ടുപടികളാണ് ഈ പറയപ്പെട്ട 6-ാമത്തെ കാര്യത്തിലേക്ക് എത്തുന്നതിനുള്ള 5 ചവിട്ടുപടികളാണ് ഈ 5 കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പല മതങ്ങളും പല മതഗ്രന്ഥങ്ങളും ഉണ്ടെങ്കിലും അവയിലെല്ലാം തന്നെ മലക്കുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ മാത്രമാണ് യഥാർത്ഥത്തിൽ മലക്കുകളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാലക്രമത്തിൽ മറ്റു മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ പല കാര്യങ്ങൾ അതിൽ കടന്നു കൂടുകയും അതുകൊണ്ട് തന്നെ മലക്കുകൾ സൃഷ്ടികളാണോ, അതല്ല സ്വയംഭൂവാണോ, അതല്ല ദൈവമാണോ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും പല അബദ്ധങ്ങളിലും വിശ്വസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഇതിനു മുമ്പ് മതത്തിന്റെ വക്താക്കൾക്കുണ്ടായിട്ടുള്ളത്. ഉദാഹരണമായി ക്രിസ്തു മതത്തിൽ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസത്തെ അവർ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് മലക്കുകൾ എന്നാണ്. എന്നാൽ യഹൂദ മതത്തിലാവട്ടെ മനുഷ്യനെ പോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മയും തിന്മയും മനുഷ്യനെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ മലക്കുകളെയും സ്വാധീനിക്കുന്നു എന്നാണ് മലക്കുകളെ കുറിച്ച് യഹൂദന്മാരുടെ വിശ്വാസം. ഇസ്ലാമിലും ഇതുപോലെയുള്ള മനുഷ്യരെ പ്രകൃതിദത്തമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണമായി ഹാറൂത്തും മാറൂത്തും എന്ന 2 മലക്കുകൾ ഉണ്ടായിരുന്നു. അവർ 2 പേരും ശൈത്താന്റെ വലയിൽ അകപ്പെട്ടു. അങ്ങനെ അവർക്ക് ശിക്ഷ നൽകുന്നതിന് വേണ്ടി അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്ക് ശിക്ഷ ഈ ലോകത്തിൽ വേണോ പരലോകത്തിൽ വേണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ശിക്ഷ ഈ ലോകത്തിൽ തന്നാ മതിയെന്ന്. അങ്ങനെ അവർക്കുള്ള ശിക്ഷയായി കാബൂളിലെ ഒരു പൊട്ടക്കിണറ്റിൽ ഈ 2 മലക്കുകളെ തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെയും അതുപോലെ അവിടെ കിടക്കും. അതാണ് അവർക്ക് നൽകപ്പെട്ട ശിക്ഷ എന്ന് മുഫസ്സിറുകൾ എഴുതി വെച്ചിരിക്കുന്നു. പല മുസ്ലിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നു.
സൂറത്തുൽ ബഖറയുടെ വിശദീകരണമായിക്കൊണ്ടാണ് ഇത്തരം തഫ്സീറുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് അള്ളാഹു എന്ത് കൽപ്പിക്കുന്നു അത് പ്രാവർത്തികമാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും ഈ പ്രപഞ്ചത്തിലെ യാതൊരു സ്വാധീനവും അവരെ സ്വാധീനിക്കുകയില്ല എന്നുമാണ് മലക്കുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് തഹ്രീമിൽ അള്ളാഹു പറയുന്നു, അലൈഹ മലായിക്കത്തുൻ ബിലാമിൻ ഷദീദ്, നരകത്തിന്റെ വാതിലിലുള്ള പടപ്പുകളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് അവിടെ മലക്കുകളുണ്ട്, അത് പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടവരാണ് അവരെന്ന്. എന്നാൽ ഏതൊരു സൃഷ്ടിയിലാണോ ഏതൊരു വസ്തുവിലാണോ സ്വാധീനം ചെലുത്താൻ അള്ളാഹു കൽപ്പിക്കുന്നത് ആ സൃഷ്ടിയിലോ അല്ലെങ്കിൽ ആ വസ്തുവിലോ മലക്കുകൾ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. അതല്ലാതെ അവരുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും വസ്തുവിലോ ഏതെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടികളിലോ പ്രത്യേകമായി അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധ്യമാവുകയില്ല. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മുഅ്മിനീങ്ങളായ ആളുകളിലും മലക്കുകളുടെ സ്വാധീനം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മാഹു വശിദ്ദാഹി വൽ കുഫാർ. ഇവിടെ നബിമാരുടെ അനുയായികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവരെ തെറ്റായ വിശ്വാസങ്ങളെ അവരിലേക്ക് കൊടുക്കുകയില്ല, മറിച്ച് അവരുടെ നന്മയായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് തെറ്റായി മനസ്സിലാക്കുകയാണെങ്കിൽ മലക്കുകളുടെ സ്വാധീനത്തിന്റെ ഫലമായി കൊണ്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥമായ ജ്ഞാനം അവർക്ക് നൽകുകയും അങ്ങനെ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുമെന്ന് അല്ലാഹു പറയുകയാണ്. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബാക്കളും അവരെ ഒന്നും തന്നെ തെറ്റായ സ്വാധീനത്തിൽ അകപ്പെടുകയില്ല, അവർ അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് ഉള്ളത് എന്ന്. അള്ളാഹുവിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കുകൾ മുഖേന അവരെ സംരക്ഷിക്കപ്പെടുന്നു എന്ന്. ഇനി മലക്കുകൾ സ്ത്രീകളാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇതിന് മറുപടി ആയിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഇവർ ചിന്തിക്കുന്നത് നാം മലക്കുകളെ സ്ത്രീകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, എന്നാൽ നാം മലക്കുകളെ സൃഷ്ടിക്കുന്ന സമയത്ത് ഇവരതിന് സാക്ഷികളായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ മലക്കുകൾ സ്ത്രീകളാണെന്ന് വിശ്വസിക്കുന്നവർക്കും ഖണ്ഡനം നൽകുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. മലക്കുകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണെന്നോ പുരുഷന്മാരാണെന്നോ നമുക്ക് പറയാൻ സാധ്യമാവുകയില്ല. കാരണം ഒരു രൂപം പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് മുമ്പിൽ ആ മലക്കുകൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അൻആം എന്ന ആയത്തിൽ അള്ളാഹു പറയുന്നു, ചില ആളുകൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഞങ്ങളിൽ മലക്കുകൾ ഇറങ്ങുന്നില്ല? എന്നാൽ മലക്കുകൾ ഇറങ്ങുകയാണെങ്കിൽ അത് മനുഷ്യരൂപത്തിലായിരിക്കും അവരിലേക്ക് ഇറങ്ങുക എന്ന്. അതായത് മനുഷ്യരൂപത്തിലാണ് മലക്കുകൾ ഇറങ്ങുക എങ്കിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ടല്ല അവരെ തിരിച്ചറിയേണ്ടതും കാണേണ്ടതും, മറിച്ച് തഖ്വയുടെ അകക്കണ്ണുകൊണ്ടാണ് മലക്കുകളെ കാണാൻ സാധിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി മലക്കുകൾക്ക് പ്രത്യേകമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചുരുങ്ങിയ സ്വാതന്ത്ര്യം മലക്കുകൾക്കുണ്ട്, തീരെ സ്വാതന്ത്ര്യമില്ലാത്തവർ എന്നതല്ല. അതിൻ്റെ ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകൾ പറഞ്ഞു, ഇവിടെ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രതിനിധിയെ നീ എന്തിനാണ് ഭൂമിയിലേക്ക് നിയോഗിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്വാതന്ത്ര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം മലക്കുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതായത് മലക്കുകൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ, ഒരു മൃഗത്തെ കയറുകൊണ്ട് കെട്ടിയിടുകയാണെങ്കിൽ ആ കയറിന്റെ നീളത്തിനനുസരിച്ച് ആ ചുറ്റുപാടും മാത്രം ആ ഗർത്തത്തിൽ മാത്രമായിരിക്കും ആ മൃഗത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നതുപോലെ തന്നെ മലക്കുകൾക്കും ഇതേപോലുള്ള ഒരു നിസാരമായ സ്വാതന്ത്ര്യം മാത്രമാണ് മലക്കുകൾക്കും നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മലക്കുകളെക്കാൾ ഉയർന്ന സ്ഥാനത്ത് എത്താൻ കഴിയും, മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയും എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം മലക്കുകളെക്കാൾ സ്വാതന്ത്ര്യമാണ് അള്ളാഹു മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നത്.
മലക്കുകളുടെ സ്വാധീനവും ശൈത്താന്റെ സ്വാധീനവും എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 3 വിധത്തിലാണ് മലക്കുകളുടെ സ്വാധീനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 1 ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയാം. 1, ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. തനിക്ക് പരിചയമില്ലാത്ത ഒരു അന്യ വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഇതിലേ പോകരുത്, ഇതിലെ ഇങ്ങോട്ട് പോവുക, ആ വഴി തെറ്റാണ്, ഇതാണ് ശരിയായ വഴി എന്ന് നമുക്കൊരാൾ വന്ന് പറഞ്ഞു തരുന്നത് പോലെ. ഇതുപോലെയാണ് മലക്കുകളുടെ പ്രവർത്തനം എന്ന് പറയും. തെറ്റായ വഴിക്ക് പോകാൻ ശ്രമിക്കുന്നവരെ നേരായ വഴിക്ക് സഞ്ചരിപ്പിക്കുക, നേരായ പാതയിലൂടെ നടത്തുക എന്നുള്ളതാണ് മലക്കുകളുടെ സ്വാധീനം എന്ന് പറയുന്നത്. ഈ മലക്കുകളുടെ ഈ സ്വാധീനം നമ്മൾ സ്വീകരിക്കുമ്പോൾ കൂടുതൽ നന്മയുടെ വഴികൾ അല്ലെങ്കിൽ നന്മയിലേക്കുള്ള മാർഗങ്ങൾ നമുക്ക് മലക്കുകൾ പറഞ്ഞു തരുന്നതായിരിക്കും. മലക്കുകളുടെ പ്രവർത്തനം, അതായത് ഒരു തെറ്റും ഒരു ശരിയും നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ ശരിയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതാണ് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം നമ്മളോട് അതാണ് ശരിയെന്ന് പറയുമ്പോൾ, ആ ശരിയെ സ്വീകരിച്ചു കൊണ്ട് തെറ്റിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ കൂടുതൽ ശരിയെ മലക്കുകൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്, 2 സുഹൃത്തുക്കൾ തമ്മിൽ ഒരു വഴിക്ക് സഞ്ചരിക്കുക എന്ന് വിചാരിക്കുക. ഒരു സുഹൃത്തിന് വഴി അറിയാവുന്നതും മറ്റേ സുഹൃത്തിന് വഴി അറിയാത്തതുമാണെങ്കിൽ, ഓരോ മുക്കിലും മൂലയിലും എത്തുമ്പോൾ ഇതിലൂടെയാണോ അല്ലെങ്കിൽ ഇതിലൂടെയാണോ എന്ന് ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സുഹൃത്ത് പോകുന്ന വഴിക്ക് അതിന്റെ കൂടെ പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. കാരണം സുഹൃത്ത് നല്ലതേ പറഞ്ഞു തരികയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നാം ഈ സുഹൃത്തിന്റെ കൂടെ പോകുന്നത്. ആ സുഹൃത്ത് ഏത് വഴിയിലൂടെയാണോ പോകുന്നത് അതിന്റെ കൂടെ തന്നെ മറ്റേ സുഹൃത്തും അതിനെ അനുഗമിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് മലക്കുകളുമായി ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായി വരികയാണെങ്കിൽ, സുഹൃത്ത് നമുക്ക് നേർമാർഗം മാത്രം പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഈ കാരണത്താൽ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ മലക്കുകൾ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ശരിയായ മാർഗത്തെ ശരിയും തെറ്റും മനസ്സിലാക്കിക്കൊണ്ട് ശരിയെ സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ സഹായവും ഉണ്ടായിക്കൊണ്ടിരിക്കും. 3ാമത്തെ കാര്യം, ഇങ്ങനെ മലക്കുകളുമായി സുഹൃത്ത് ബന്ധം വെക്കുകയാണെങ്കിൽ മലക്ക് നമ്മുടെ അടിമയും ഏതെല്ലാം പ്രയാസഘട്ടങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം സഹനം നൽകുകയും ചെയ്യുന്ന കാര്യങ്ങൾ മലക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ അവസ്ഥയിൽ നാം ഇരിക്കുന്ന സ്ഥലങ്ങളിലും നടക്കുന്ന സ്ഥലങ്ങളിലും എല്ലായിടത്തും മലക്കുകളുടെ സ്വാധീനം ഉണ്ടാകുന്നു. മലക്കുകൾ നമ്മുടെ അടിമകളായി മാറുന്നു. അതായത് പിന്നീട് നാം നേതാവും മലക്കുകൾ നമ്മുടെ അടിമകളുമായി മാറും. കാരണം നമ്മൾ ആ മലക്കുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് നന്മകൾ പ്രവർത്തിച്ച് അവസാനം നന്മ മാത്രമേ നമുക്കറിയാവുള്ളൂ, നന്മ മാത്രം പ്രവർത്തിക്കാനേ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മുടെ നന്മകൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മലക്കുകൾ മാറും. അങ്ങനെ മലക്കുകൾ അടിമയും നമ്മൾ യജമാനനും എന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഈ ഒരവസ്ഥയെ കുറിച്ചാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം പറയുന്നത്, അഗ്നി കാണിച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തരുത്, അഗ്നി എൻ്റെ അടിമയല്ല, അടിമയുടെ അടിമയാണ് എന്ന്. അതായത് മലക്കുകൾ എന്ന് പറയുന്നത് മിർസ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാമിന്റെ അടിമയായി തീർന്നപ്പോൾ ആ അടിമയുടെ അടിമയാണ് പിന്നെ അഗ്നി. അതായത് അഗ്നിയെ ജ്വലിപ്പിക്കണമെന്നോ ചൂട് വരുത്തണമെന്നോ തീരുമാനിക്കുന്നത് ആ മലക്കുകളുടെ പ്രവർത്തനമാണ്. മലക്കുകൾ എന്നുള്ളത് പ്രവാചകന്മാരുടെ അടിമകളാണ്. മലക്കുകൾ അടിമകളാകുമ്പോൾ ആ അടിമകളുടെ അടിമകളാണ് അഗ്നി എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു എന്ന്. സുജൂദ് എന്ന പദത്തിന് അനുസരണ പുലർത്തുക എന്നതാണ് അതിനർത്ഥം. അതായത് പ്രവാചകന്മാർ ഓരോ സന്ദേശവുമായി ലോകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അവരെ അനുസരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. സുജൂദ് എന്ന പദത്തിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് സാഷ്ടാംഗം നമിക്കുക എന്നും ഒന്ന് അനുസരണ പുലർത്തുക എന്നുമാണ്. അപ്പോൾ ഇവിടെ
ഒരു ജീവി, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പാടില്ല. അപ്പോൾ പ്രവാചകന്മാരെ സഹായിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നുള്ള അർത്ഥമാണ് ഇവിടെ മലക്കുകളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ശൈത്താന്റെ സ്വാധീനം എങ്ങനെയാണ് ഉണ്ടാവുക എന്നതല്ലേ? അതും ഇതേപോലെ തന്നെ നാം ഒരു നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ വഴി തെറ്റിക്കുന്നതിന് വേണ്ടി വളഞ്ഞ വഴികൾ പറഞ്ഞു തരികയും ആ വഴി സ്വീകരിച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരമാണ്, അതിലേ പോകുന്നതാണ് നല്ലത്, നല്ല രസകരമായ വഴിയാണ് എന്ന് ശൈത്താൻ നമ്മളോട് ഉപദേശിക്കുകയും ചെയ്യും. അങ്ങനെ ആ ഉപദേശങ്ങളിൽ അകപ്പെട്ട് പിന്നീട് ശൈത്താന്റെ അടിമകളായി മനുഷ്യന്മാർ. ഒരു ഭാഗത്ത് മലക്കുകൾ മനുഷ്യന്റെ അടിമകളാണ് ആകുന്നതെങ്കിൽ ഇവിടെ മനുഷ്യൻ ശൈത്താന്റെ അടിമയായി മാറും. അതായത് ശൈത്താന്റെ വലയങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള മോശപ്പെട്ട മാർഗത്തിലൂടെ എല്ലാം നമ്മളെ സഞ്ചരിപ്പിക്കുകയും നമ്മുടെ പെടലിയിൽ കയറിയിരുന്നു കൊണ്ട് ദുഷിച്ച വഴികളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടു നടക്കുകയും ചെയ്യും. അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ മോശപ്പെട്ട മാർഗത്തിലൂടെ എല്ലാം ശൈത്താൻ സഞ്ചരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞത് യജമാനൻ ശൈത്താനും മനുഷ്യൻ ശൈത്താന്റെ അടിമയുമായി മാറുന്ന ഒരവസ്ഥ ശൈത്താന്റെ മാർഗത്തിൽ അകപ്പെട്ടാൽ ഉണ്ടാകുമെന്നും, ഇതേപോലെ തന്നെ മനുഷ്യൻ മലക്കുകളുടെ യജമാനും മലക്കുകൾ മനുഷ്യന്റെ അടിമകളുമാകുന്ന ഒരവസ്ഥ മലക്കിന്റെ മാർഗത്തിലൂടെ ജീവിക്കുന്നവർക്കുണ്ടാകും എന്നുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് തന്നെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഖുർആൻ എത്തിച്ചത്. അതായത് മനുഷ്യൻ മലക്കുകളെക്കാൾ ഉന്നത സ്ഥാനമാണ് മലക്കുകളെക്കാൾ ഉന്നത സ്ഥാനമാണ് മനുഷ്യനുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിശുദ്ധ ഖുർആൻ എത്തിച്ചു നൽകിയത് എങ്കിലും എന്തെല്ലാം അർത്ഥ തലങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് കഴിഞ്ഞിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരുമേനിക്ക് മലക്കുകളെക്കാൾ ഉയർന്ന സ്ഥാനമാണെന്ന് പറയാൻ കാരണം വിശുദ്ധ ഖുർആൻ എന്തെല്ലാം അർത്ഥതലങ്ങളും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഏതെല്ലാം പ്രവചനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു സേവകനായി തീർന്നു എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയേക്കാൾ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തിക്കാണ് പ്രസക്തിയുള്ളത് എന്നതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ പ്രസക്തിയുള്ളതാണ് ഇവിടെ മുഹമ്മദ് മുസ്തഫ അത് മനസ്സിലാക്കിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് എന്ന്. അതായത് ഒരു രാജാവ് തന്റെ മന്ത്രിക്ക് ഒരാൾ മുഖേന ഒരു സന്ദേശം എത്തിച്ചാൽ ആ സന്ദേശം എത്തിച്ച വ്യക്തിയേക്കാൾ അതിന്റെ വ്യാപ്തിയും ഉപവും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ആ മന്ത്രിയായിരിക്കും മനസ്സിലാക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അയച്ച സന്ദേശങ്ങളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് മിഅ്റാജ് രാവിൽ മലക്കുകളെക്കാൾ ഉന്നത സ്ഥാനത്തേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് എത്താൻ സാധിച്ചതും മലക്കുകളെക്കാൾ ഉയർന്ന സ്ഥാനത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനം എന്നുള്ളത് കൊണ്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടത് പ്രാവിന്റെ രൂപത്തിലായിരുന്നു എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ പൂർണ്ണമായ ഒരു മനുഷ്യ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമയുടെക്കാൾ ശ്രേഷ്ഠമായ ഉന്നത സ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കുള്ളത് എന്നും ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ 600 ചിറകുകളുള്ള മലക്കുകൾ എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരേക്കും എല്ലാം സംരക്ഷിക്കപ്പെടുകയും എന്തെല്ലാം ചുമതലകളുമാണ് മലക്കുകളിൽ സംയുക്തമായിട്ടുള്ളത് എന്നതാണ് ആ ചിറകുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് എന്തെല്ലാം കൽപ്പനകളാണ്, എന്തെല്ലാം നിയമങ്ങളാണ് അവർക്ക് നൽകപ്പെട്ടത്, ആ നിയമങ്ങളുടെ ഒരു ലിസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ ചിറകുകളുള്ള മലക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മലക്കുകളുടെ സ്വാധീനം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്മയാണെങ്കിൽ
അത് നന്മയിൽ മുമ്പോട്ട് ഗമിക്കുന്നുണ്ട് എങ്കിൽ അത് മലക്കുകളുടെ പ്രവർത്തനമാണ്, മലക്കുകളുടെ സ്വാധീനമാണ് നമ്മളിൽ ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ധാരാളം തിന്മകളാണെങ്കിൽ, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ശൈത്താന്റെ സ്വാധീനമാണ് നമ്മളിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും. ചിലർ പറയുന്നു 5 നേരം നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളിൽ ഈ മലക്കുകളുടെ സ്വാധീനം ഉണ്ടാകുന്നില്ല എന്ന്. എന്നാൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ അവർക്കൊരു ആനന്ദം, ഒരു അനുഭൂതി അനുഭവപ്പെടുകയും അടുത്ത നമസ്കാരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എന്ന് അവർ പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സ്വഭാവം അവരിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ മലക്കുകളുടെ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. നോമ്പ് അനുഷ്ഠിച്ചാൽ അവർക്ക് അതിലൊരു അനുഭൂതി ലഭിക്കുന്നുണ്ടോ? അതേപോലെ ഇസ്ലാമികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിലെല്ലാം നമുക്ക് ആ ഒരു അനുഭൂതി ലഭിക്കുന്നുണ്ടോ? കൂടുതൽ കൂടുതൽ നന്മകളിൽ മുന്നേറണമെന്നോ നന്മകൾ പ്രാവർത്തികമാക്കണമെന്നോ അവർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും മലക്കുകളുടെ സ്വാധീനത്തിലാണ് അവരുള്ളത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഒരാൾ നമസ്കരിക്കണം എന്ന് കരുതി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ് പള്ളിയിൽ ഇന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ കാണുക ഞാനൊരു നമസ്കാരക്കാരനാണ് എന്ന് അവർ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ അവരുടെ മുമ്പിൽ വെച്ച് നമസ്കരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിലും പള്ളിയിൽ ചെന്നതിന് ശേഷം അയാൾക്ക് തോന്നുകയാണ് ഏതായാലും പള്ളിയിൽ എത്തിയതല്ലേ, ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമസ്കരിക്കാമെന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ചത്, പള്ളി വരെയും സ്വാധീനിച്ചത് ശൈത്താനായിരുന്നെങ്കിൽ പള്ളിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് മലക്കുകളുടെ സ്വാധീനം ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരാൾ വിചാരിക്കുകയാണ് ഞാൻ ഏതായാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമസ്കരിക്കണം, അതുകൊണ്ട് പള്ളിയിൽ പോകാൻ സമയമായി, പള്ളിയിൽ പോയി നമസ്കരിക്കണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പോവുകയും പള്ളിയിൽ ചെന്നതിന് ശേഷം കുറെ ആളുകളെ അവിടെ കാണുകയും എന്നാൽ അവരുടെ മുമ്പിൽ ഞാനൊരു നമസ്കാരക്കാരനാണ്, ഞാനൊരു വലിയ ഇബാദത്തുകാരനാണെന്ന് മനസ്സിലാക്കിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയാൾ നമസ്കരിക്കുകയും ചെയ്താൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നിടം വരെ അദ്ദേഹത്തിന് മലക്കുകളുടെ സ്വാധീനമായിരുന്നെങ്കിൽ പള്ളിയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് ശൈത്താന്റെ സ്വാധീനത്തിൽ അദ്ദേഹം അകപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഇതേപോലെ മനുഷ്യനെ ശൈത്താൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയാത്ത നന്മകൾ ഒറ്റയടിക്ക് മനുഷ്യനെ കൊണ്ട് ശൈത്താൻ ചെയ്യിപ്പിക്കുന്നു. അതായത് നിരന്തരം നമസ്കരിച്ചുകൊണ്ടും നോമ്പ് നോറ്റുകൊണ്ടും കുറച്ച് ദിവസം കഴിച്ചു കൂട്ടുമ്പോൾ മനുഷ്യൻ മടുക്കും അതുമായി. അങ്ങനെ മനുഷ്യനെ അതിൽ നിന്ന് മടുപ്പിച്ചുകൊണ്ട് പിന്തിരിപ്പിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരിക്കലും തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കണം, അത് കഴിഞ്ഞ സുബഹി, അത് കഴിഞ്ഞ ഖുർആൻ പാരായണം, അത് കഴിഞ്ഞ ഇതെല്ലാം ഒറ്റയടിക്ക് പെട്ടെന്ന് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് മടുക്കുകയും അതിൽ നിന്ന് മനുഷ്യൻ പിന്മാറുകയും ചെയ്യും. അപ്പോൾ ഇതും മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് ശൈത്താനാണ്. ഒരിക്കലൊരു സഹാബി സുബഹി നമസ്കരിച്ചില്ല. അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം ആ ദിവസം അദ്ദേഹം സുബഹി നമസ്കരിക്കാത്ത കാരണത്താൽ ഒരുപാട് നഫല് നമസ്കരിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം സുബഹിയുടെ സമയമായപ്പോൾ ശൈത്താൻ അദ്ദേഹത്തെ വിളിച്ചുണർത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ ആരാണ്? ഞാൻ ശൈത്താനാണ്. ശൈത്താൻ എന്തിനാണ് എന്നെ പള്ളിയിൽ വിടാൻ വേണ്ടി വിളിച്ചുണർത്തുന്നത്? അത് ഇന്നലെ താങ്കൾ സുബഹി നമസ്കരിക്കാതെ ഞാൻ താങ്കളെ തടഞ്ഞത് കൊണ്ട് താങ്കൾ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് അത്രയും നന്മകൾ താങ്കൾ വാരിക്കൂട്ടണ്ട, പെട്ടെന്ന് താങ്കൾ എണീച്ചു പോയി നിസ്കരിച്ച് അതിനുള്ളത് മാത്രം മേടിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളെ വിളിച്ചുണർത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നന്മകൾ മനുഷ്യൻ സ്വായത്തമാക്കുന്നതിൽ നിന്നൊക്കെ മനുഷ്യനെ തടയുന്ന പ്രവർത്തനമാണ് ശൈത്താന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓരോരുത്തർക്കും നമ്മളിൽ മലക്കുകളുടെ പ്രവർത്തനങ്ങളാണോ ശൈത്താന്റെ സ്വാധീനമാണോ നമ്മളിൽ ഉള്ളത് എന്ന്
ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി വരുന്നിടം വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.